സിനിമയ്ക്ക് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാം. നിങ്ങൾ വരുന്നോ? പോലും 3 ബുക്ക് ചെയ്യാവേ. യെസ്, 3 ബുക്ക് ചെയ്തോ. ഇതാണ് 766. അതായത് ടിക്കറ്റിന് 660 വരുന്നുള്ളൂ. ബാക്കി കൺവീനിയൻസ് ഫീസ് പറഞ്ഞിട്ട് 106 രൂപ വാങ്ങിക്കുന്നത്. നമ്മൾ 3 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 106 രൂപ അധികം കൊടുക്കണം. അതിന്റെ സീറ്റ് ഉണ്ട്, സീറ്റ് കുറെ ഉണ്ട്. അങ്ങനെ നമുക്ക് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാം. അതെ, അത് മറ്റു ടിക്കറ്റിനെക്കാട്ടും നല്ല ഡിഫറൻസ് വരുന്നുണ്ടാവും. അപ്പോൾ ഒരു നമ്മുടെ കൺവീനിയൻസിന് അവർ ചെയ്തു തരുന്നതിന് ഒരു ചെറിയ എമൗണ്ട് കൊടുക്കുന്നത് ഓക്കെയാണ്, പക്ഷെ ഇത്രയും ഹ്യൂജ് എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല. അവർക്ക് ഒരു ആപ്പ് കയറ്റുമ്പോൾ അതിൻ്റെ കൂടാണ്ട് വേറെ പൈസ കിട്ടുന്നുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മളൊരു കൺവീനിയൻസ് ഇത് വേറെ കൊടുക്കണമെന്ന് തോന്നുന്നില്ല. എന്തായാലും 40-30 ഒന്നും വേണമെന്നില്ല, ഒരു 10-15 കുഴപ്പമില്ല. ഞങ്ങൾക്ക് സ്റ്റുഡൻസാണ്, കോളേജ് സ്റ്റുഡൻസാണ്. അപ്പോൾ എന്തായാലും ഹോസ്റ്റലേഴ്സും കൂടി, അപ്പോൾ അതിനനുസരിച്ച പൈസ നമ്മളെ കാണുള്ളൂ. ഓൺലൈൻ നോക്കുമ്പോൾ കൂടുതലാണെന്ന് കാണുമ്പോൾ ഉറപ്പായിട്ട് നിന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കും. ഇടക്കാലത്ത് കുറഞ്ഞ ഫീസ് ഈടാക്കി സർക്കാർ തന്നെ ഓൺലൈൻ സിനിമ ടിക്കറ്റ് ആപ്പ് തയ്യാറാക്കാൻ ആലോചിച്ചിരുന്നു. പക്ഷേ എവിടെയും എത്തിയില്ല. ഓൺലൈൻ റിസർവേഷൻ സൗകര്യം സിനിമ കാണാനെത്തുന്നവർക്കും തിയേറ്റർ ഉടമകൾക്കുമെല്ലാം സൗകര്യമാണ്. പക്ഷേ ഈ സർവീസിനുള്ള തുക ഇത്രയധികം വേണമോ എന്നാണ് ഉയരുന്ന ചോദ്യം.